താങ്ക് യു സർ. അച്ഛനും അമ്മയ്ക്കും ഉറക്കം നഷ്ടപ്പെടണമെങ്കിൽ അതിലൊരു വലിയ പങ്ക് കാരണക്കാർ മക്കൾ തന്നെയാവും. അവരിൽ അച്ഛനമ്മമാർ കാണുന്ന വലിയൊരു ന്യൂനത, വലിയൊരു ആപത്ത്, അല്ലെങ്കിൽ വലിയൊരു സംശയം. ആനന്ദ് നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. 1 മാസത്തിനകം വിവാഹം നടത്താൻ സമ്മതമാണെന്ന്. മോളെ, അനിയൻകുട്ടനെ അവിടെ കണ്ടില്ലല്ലോ. അയ്യോ, എന്താ മോളെ ഇത്? നീ എന്തേ കാണിച്ചേ? അയ്യോ, കൈ പൊള്ളിച്ചോന്നല്ലോ. നീ എന്താ മോളെ കാണിച്ചേ? എന്തിനാ ഈ ഭ്രാന്ത്? ഈശ്വര, എന്താപ്പ ചെയ്യാ? കരയണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തിനാ നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നേ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്നും തൊഴുത് വണങ്ങേണ്ട ദൈവത്തിന്റെ കൈ ഞാൻ എന്റെ ഈ കൈവച്ച് തടഞ്ഞതിന്റെ ശിക്ഷയാ ചെയ്ത്. ഞാൻ സ്വയം കൊടുക്കുന്ന ശിക്ഷ. എന്ന് വെച്ചാ അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല. നോക്ക്, എന്ത് തെറ്റിനും പരിഹാരമുണ്ട് ഈ ലോകത്ത്. അതിന് പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അച്ഛനിപ്പം വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്തിനാ ഇപ്പം മോളി കടുങ്കരി ചെയ്തത്? എന്നോട് ക്ഷമിച്ചെങ്കിലും ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാകാത്ത പാപം അച്ഛ. ഇതേ ഉള്ളൂ അതിനൊരു പരിഹാര മാർഗം. മാഡം ക്ഷമിച്ചു എന്നോ? നീ കാര്യം തെളിച്ച് പറ, എന്താണ്ടായേ? മാഡത്തിനോട് നീ എന്ത് ചെയ്തു? എന്തിന്? എപ്പോ? നിക്കവിടെ. സ്വന്തം അന്തസ്സും അഭിമാനവും പദവിയും ഒക്കെ കാറ്റിൽ പറത്തി വെറും ഒരു അടുക്കളക്കാരിക്ക് വളയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് തരംതാണോ നീ? അതും പബ്ലിക്കായിട്ട്. നിന്നെ ഞാൻ ഓഹോ, അപ്പൊ അതാണ് നടന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി.
നീ ചെയ്തത് പൊറുക്കാവുന്ന തെറ്റല്ല, പാപമാ, കൊടുംപാപം. കഴിഞ്ഞ 10-20 കൊല്ലായി നമ്മൾ 3 നേരം മൃഷ്ടാനം കഴിക്കുന്നില്ലേ? അതാ മനസ്സിന്റെ കരുണയാ. 25 കൊല്ലായി ഞാൻ മാഡത്തിന് മുമ്പിൽ കൈയും കെട്ടി നിന്നിട്ടുണ്ട്. അത് ഭയം കൊണ്ടല്ല, ബഹുമാനം കൊണ്ടാ. ദൈവമാ നമുക്ക് മാഡം. അങ്ങനെയുള്ള മാഡത്തിന്റെ കൈ തടഞ്ഞ് നിന്റെ ഈ കൈ പൊള്ളിച്ചതുകൊണ്ട് പാപം തീരില്ല. നിന്റെ ശരീരത്തിൽ ഈ കയ്യേ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പറ്റുമെങ്കിൽ നീ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. തടയാൻ വരില്ല ഞാൻ ഒരിക്കലും. വൃത്തികെട്ടവള്. हाँ जी, नहीं, पहले आप एग्रीमेंट भेजिए। ऑडिटर के साथ इस पर चर्चा करने के बाद मैम आपको वापस बुलाऊंगी। नहीं, दोपहर से पहले ही करो। हाँ जी, हाँ, ओके, थैंक यू। ഡീൽ ഓൾമോസ്റ്റ് ഓക്കെ. പക്ഷേ എഗ്രിമെന്റിലെ ക്ലോസുകൾ ഒന്നുകൂടി നോക്കിയിട്ട് മതി സൈൻ ചെയ്യലൊക്കെ. ഗുഡ് ഡിസിഷൻ. ഞാനത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ മോനെ, മുംബൈയിൽ നിന്ന് തിവാരി വിളിച്ചിരുന്നു. വിശ്വാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ റെഡിയാ. ഞാൻ എഗ്രിമെന്റ് റെഡിയാക്കി അയക്കാൻ പറഞ്ഞു. ഓഡിറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാന്നാ വിചാരിക്കുന്നത്. നീ എന്ത് പറയുന്നു? കൊള്ളാം. അമ്മ ഒരു തീരുമാനം എടുത്താ അത് തെറ്റാറില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ MD സാറിനോടൊന്ന് ചോദിക്കണം. ഒഫീഷ്യൽ കാര്യങ്ങളിൽ അച്ഛനമ്മ മക്കളൊന്നും ഇല്ലല്ലോ. നമ്മള് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. കറക്റ്റ്, അതാണ് അതിന്റെ ശരി. കൈ കൂടെ മാഡം. ക്ഷമിക്കണം മാഡം, എന്നോട് ക്ഷമിക്കണം. അയ്യോ ദാസേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? ഇയാൾക്കിത് എന്ത് പറ്റി? എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടും. അത്രയ്ക്ക് സങ്കടത്തിലാ ഞാൻ. ദാസേട്ടാ, എന്താ ഇത്? ദാസേട്ടൻ അതിന് എന്ത് തെറ്റാ ചെയ്തേ? മനസ്സിലാവുന്നില്ല. അന്നം തരുന്ന കയ്യാ മാഡത്തിൻ്റെത്. ആ കൈ പിടിച്ച് തടുത്തു നിർത്താന്ന് വെച്ചാ മഹാപാപ. അതാ നശിച്ചവള് ചെയ്തത്. അങ്ങനെയുള്ള ഒരുത്തിക്ക് ജന്മം കൊടുത്തതാ ഞാൻ ചെയ്ത തെറ്റ്. ആ പാപി ചെയ്ത തെറ്റിന് മാഡം എന്നോട് ക്ഷമിക്കണം. മതി അഭിനയിച്ച് ഫലിപ്പിച്ചത്. ആ വൃത്തികെട്ടവള് ചെയ്ത പ്രവൃത്തിക്ക് ഇന്നലെ തന്നെ ആ കൈ വെട്ടിയെടുക്കേണ്ടതായിരുന്നു. ചേച്ചി ക്ഷമിച്ചതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. വിലാസിനെ, ചേച്ചി എന്നെ എത്ര പ്രാവശ്യം അടിച്ചിരിക്കുന്നു? ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ആ കൈ പിടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ചേച്ചിയോട് എനിക്കുള്ള മര്യാദ കൊണ്ടാ. അപ്പോഴാ എച്ചിൽ പാത്രം കഴുകുന്ന ആ വൃത്തികെട്ടവള്. ഛേ,
ഓർക്കുമ്പോ ദേ എനിക്ക് സഹിക്കുന്നില്ല. ചേച്ചിക്കറിയോ, ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല ഞാൻ. വിലാസിനി, അഖില അത് അപ്പോഴേ മറന്ന് കല്യാണോട് ക്ഷമിച്ചതല്ലേ? പിന്നെയും നീ എന്തിനാ വെറുതെ കിടന്ന് ഇമോഷണൽ ആവുന്നു? ശിവരാമേട്ടാ, ഞാൻ ഇമോഷണൽ ആകുന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. വെറും ഒരു 4ാം തരം അടുക്കളക്കാരി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ കയറി പിടിച്ചതാ. ഇത് പുറത്തെങ്ങാനും അറിഞ്ഞാ ഈ കുടുംബത്തിന്റെ മാന അതോടെ തീർന്നു. അതറിയോ ശിവരാമേട്ടന്? വിലാസിനി, ശരി ശരി, ഞാനൊന്നും ഇനി പറയാൻ നിൽക്കുന്നില്ല. ഉള്ളിൽ തോന്നിയതങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. നിർത്തി. മാഡം, കല്യാണി ചെയ്ത പ്രവൃത്തിയിൽ വിലാസിനി മാഡത്തിന്റെ മനസ്സ് ഇത്രമാത്രം വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അവൾ ആ കൈ കയറി പിടിച്ചപ്പോ അവളെയും കൊന്നൂടായിരുന്നു മാഡത്തിന്. എന്തിനാ പാപിക്ക് പുറത്തു മാപ്പ് കൊടുത്തത്? അതോ, അത് കല്യാണി എന്നോട് തെറ്റ് ചെയ്തു എന്നറിഞ്ഞ ഉടനെ ഇങ്ങനെ മുന്നിൽ വന്ന് ക്ഷമ ചോദിച്ചു നിൽക്കുന്നില്ലേ? ഈ വിശ്വാസം, അതെ, ഈ വിശ്വാസം അവളെ രക്ഷിച്ചത്. ദാസേട്ടനോടുള്ള ഞങ്ങളുടെ വിശ്വാസം തന്നെ. ദാസ് 25 കൊല്ലങ്ങളായി കാണിക്കുന്ന വിശ്വാസമില്ലേ, അതിൽ നിന്ന് ഒട്ടും കുറവല്ല കല്യാണി കാണിക്കുന്ന വിശ്വാസവും. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ അവളോട് ക്ഷമിച്ചത്. അവൾ ദാസിന്റെ മകളാ. തൃച്ചംബരത്തിന് ദോഷം വരുന്ന ഒന്നും അവൾ ചിന്തിക്കില്ല. ഈ വിശ്വാസം ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ എല്ലാവർക്കും നല്ലത്. അതല്ല, ഈ വിശ്വാസം കെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന്റെ ഫലം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എങ്ങനെയായിരിക്കും എന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റം പോലെ ആയിരിക്കുമെന്നർത്ഥം. അത് രക്തബന്ധമായാലും പുറം ബന്ധമായാലും അങ്ങനെ തന്നെയാ. ദാസേട്ടന് പോവാം. എന്റെ മോനിന്ന് ഞാൻ പറയുന്നതിന്റെയും ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞതിന്റെയും അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ, ഇല്ലേ? മനസ്സിലാക്കുന്നതാണ് നല്ലത്, നമ്മുടെ കുടുംബത്തിനും ദാസേട്ടന്റെ കുടുംബത്തിനും.
ഇത് വിലാസിനി ആന്റി ആണല്ലോ. എന്താണാവോ പുതിയ വിശേഷം? എന്തായാലും എടുത്തു നോക്കാം. ആ ഹലോ. ആ ആന്റി. ആ എന്തുണ്ട് പുതിയ വിശേഷങ്ങള്? വിശേഷമല്ലേ, പരമവിശേഷം. ഇവിടെ ഇപ്പോ കുതിരയ്ക്ക് കൊമ്പ് വന്നിരിക്കുക. 1 2 അല്ല 3 എന്ന് പറയാം. ആന്റി, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. വെറുതെ കോമഡി പറയാതെ ആന്റി കാര്യത്തിലേക്ക് വാ. എന്താണ് തൃച്ചംബരത്തെ പുതിയ വിശേഷം? കോമഡി ഒന്നും അല്ല പ്രിയങ്കേ. തൃച്ചംബരത്തെ ജോലിക്കാരി കുതിരയില്ലേ, ആ അഹങ്കാരം പിടിച്ച കല്യാണി, അവളെ അഖിലേച്ചിയുടെ നീട്ടിയ കയ്യിൽ കയറി പിടിച്ചു അടി തടുക്കാൻ. സത്യാണോ ആന്റി പറയുന്നത്? അഖിലാന്റിയുടെ കയ്യിൽ പിടിക്കാൻ മാത്രം ധൈര്യം വന്നോ? വന്നു. നീ അയച്ചു തന്ന വീഡിയോ കണ്ടിട്ട് ആനന്ദിനെ അടിക്കാൻ വേണ്ടി അഖിലേച്ചി കൈ ഓങ്ങിയപ്പോഴാ അവൾ ആ കൈ കയറി പിടിച്ചത്. ആദ്യം അഖിലാണ്ടേശ്വരി അങ്ങോട്ട് തിളച്ച് കേറിയതാ. പിന്നീട് അവളും തന്തയും കൂടെ കൊറേ അഭിനയമൊക്കെ കാണിച്ച അഖിലേച്ചി അങ്ങ് മയക്കി കളഞ്ഞു. ഓ അത് ശരി. ഇപ്പോഴെങ്കിലും ആന്റിക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഈ പുറത്ത് കാണുന്നതൊന്നും അല്ല അവള്. പുറമേ പാവമായിട്ടും പൊട്ടിയായിട്ടും ഒക്കെ നടിക്കും. പക്ഷേ അവളെ സൂക്ഷിക്കണം. അവളെ നിങ്ങളുടെ അഖിലാണ്ടേശ്വരി അല്ല, അഖിലാണ്ടേശ്വരിയുടെ അമ്മയാ. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്നെ അടിച്ചില്ലേ, അന്ന് എനിക്ക് മനസ്സിലായി അവള് പുറമേ കാണുന്ന നിസ്സാരക്കാരി അല്ലെന്ന്. ആ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടേ പറ്റൂ. അതിനാ ഇനിയിപ്പോ എന്റെ ശ്രമം. ശരി ശരി, കടിഞ്ഞാനിടാനൊക്കെ ഇറങ്ങി തിരിക്കുന്നൊക്കെ കൊള്ളാം. പക്ഷേ അതിൽ കുരുങ്ങി സ്വയം ചാകാൻ ഇടവരരുത്. ഓർമ്മയുണ്ടല്ലോ, അവളെ ജയിലിലാക്കാൻ പോയ നീയാ അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അധിക നാളായില്ലെന്ന് ഓർത്താ നിനക്ക് കൊള്ളാം. അറിയാം ആന്റി, നന്നായിട്ടറിയാം. അതെങ്ങനെയോ കറങ്ങി തിരിഞ്ഞൊരബദ്ധം പറ്റിപ്പോയതാ. പക്ഷേ ഈ കരിമൂർഖൻ ഭണമുയർത്തി വേണോന്ന് കരുതി ഒന്ന് കടിച്ചാ മണിക്കൂറുകൾക്കുള്ളിൽ ഏത് കുതിരയും നുരയും പതയും വന്ന് താഴെ വീഴും. ആന്റി കണ്ടോ, പ്രിയങ്ക ഇനി കളം മാറി ഒന്ന് ചവിട്ടാൻ പോവാ. അത് ഈ കല്യാണിക്ക് മാത്രമല്ല, തൃച്ചംബരം കുടുംബത്തിന് മൊത്തമായിട്ടുള്ള ഒരു വിഷം കയറ്റില്ല. തൃച്ചംബരം കുടുംബത്തിന് മൊത്തമായിട്ടോ എന്ന് പറഞ്ഞ? അതെ ആന്റി, എനിക്ക് പറ്റിയ തെറ്റുകളും അബദ്ധങ്ങളും ഒന്നൊന്നായി ആലോചിച്ചപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. തൃച്ചംബരം എന്നത് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു മഹാവൃക്ഷം പോലെയാ. ഒറ്റയടിക്ക് ഇളക്കി നിലം പരിശാക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ചെയ്യാൻ ഇനി ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ആ മഹാവൃക്ഷത്തിന്റെ ഓരോരോ ശിഖരങ്ങളായി അരിഞ്ഞിടുക. അത് കഴിഞ്ഞിട്ട് വേണം തായ്തടി അറുക്കാൻ. ആന്റി നോക്കിക്കോ, ഇനി തൃച്ചംബരത്തെ അരിഞ്ഞിടാൻ പ്രിയങ്ക കയ്യിലെടുക്കുന്നതേ ചെറിയ വെട്ടുകത്തിയും കോടാലിയൊന്നും അല്ല, നല്ല അറക്കവാളാ. രാഗി രാഗി മൂർച്ച കൂട്ടിയ അറക്കവാൾ. ഹലോ ചേടാ, ഇവളെന്താ മരപ്പണിയും തുടങ്ങിയോ? എന്തായാലും സംഗതി ഏറ്റാ മതിയായിരുന്നു. എന്റെ ദൈവമേ, ഈ മരം ഒന്ന് വീണിട്ട് വേണം എനിക്ക് തൃച്ചംബരത്തൊരു കുളം കുത്തി വെള്ളം കലക്കാൻ.